ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ എൻ്റെ വീട്ടിൽ ഒരു പശുക്കിടാവ് അത് കൊല്ലപ്പെട്ടു. എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് കൊല്ലപ്പെട്ടു. അതിന് കാരണം അമേരിക്കയിലെ CIA ആണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ CIA ആണ് ഇതിൻ്റെ പുറകിൽ. സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി. ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തുന്ന ഏജൻസിയാണ് ആ പശുക്കിടാവിൻ്റെ കൊലപാതകത്തിൻ്റെ പുറകിൽ. ഏത് വിഷയം സംഭവിച്ചാലും കോൺസ്പിറസി തിയറി കൊണ്ടുവരിക, അതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അനോണിമസ് ആയിട്ടുള്ള ചില ഐഡിയ മുന്നോട്ട് വെക്കുക, ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുക, ജനങ്ങളെ കൺഫ്യൂസ് ആക്കുക. ഇതാണ് പൊതുവിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇതുപോലത്തെ ഒരു കോൺസ്പിറസിയാണ് ഇലുമിനാറ്റി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ കുറേ കാലം ഇങ്ങനെ യൂട്യൂബിൽ കിടന്ന് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇലുമിനാറ്റി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അത് ഇലുമിനാറ്റി എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു സയൻസ് റിസർച്ച് വർക്കേഴ്സിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. അത് അന്നത്തെ കാലത്ത് മതപരമായ ആശയങ്ങൾ നല്ല രീതിയിൽ നിലനിന്നിരുന്ന സാഹചര്യത്തിൽ ബൈബിളിക്കൽ മെത്തഡോളജി പ്രകാരമുള്ള ഒരു ലോകവീക്ഷണമുണ്ടായിരുന്നു. ആ വീക്ഷണത്തിന് എതിരെ മെഗല്ലൻ പോലത്തെ ചില ആൾക്കാർ, അതായത് എർത്ത് ഫ്ലാറ്റ് അല്ല, ഒരു ഗ്ലോബ് ഷേപ്പാണ് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന, ആദ്യമായിട്ട് പറയുമ്പോഴത്തേക്കും ഉണ്ടായ ചില പ്രത്യാഘാതങ്ങൾ, അന്നത്തെ ആ ഒരു കൺസർവേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില തിരിച്ചടികൾ, ഇതിനൊക്കെതിരെ കുറച്ച് സയൻറ്റിസ്റ്റുകൾ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടന, അതായത് അവർക്ക് സീക്രട്ടായിട്ട് സയന്റിഫിക് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് അവർ രൂപം കൊടുത്ത ഒരു സംഘടനയുടെ പേരായിരുന്നു ഇലുമിനാറ്റി. അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അന്ന് റോമൻ സാമ്രാജ്യം നല്ല രീതിയിൽ ശക്തി ആർജിച്ച് നിന്നിരുന്ന കാലഘട്ടത്ത് ചെറിയ റിസർച്ച് വർക്കേഴ്സ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിനൊക്കെ ഈ മതങ്ങൾക്കെതിരെ സംസാരിക്കാന്നുള്ള രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെന്റ്, അതായത് അവരുടെ കണ്ടെത്തലുകൾ ബൈ ഡീഫോൾട്ട് മതനിരീക്ഷണത്തിനെതിരെ ആകുന്നു, അല്ലെങ്കിൽ മതവീക്ഷണങ്ങൾക്കെതിരെ ആകുന്നു. അതിന് അവർ കുറ്റക്കാരല്ല, അവരുടെ കണ്ടെത്തൽ അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ സയന്റിഫിക് റിസർച്ച് വളരെ സീക്രട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രൂപം കൊടുത്ത ഒരു സംഘടനയുടെ പേരാണ് ഇലുമിനാറ്റി. ഓക്കെ, ഇതിവിടെ ഞാൻ പറയാനുള്ള കാരണം, എന്ത് സംഭവിച്ചാലും അമേരിക്കയാണ് കാരണം, എന്ത് സംഭവിച്ചാലും CIA ആണ് കാരണം. ഇങ്ങനെ നാട്ടിൽ പല വിദ്വാൻമാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഞാൻ പൊളിറ്റിക്കൽ അനാലിസിസ് ചെയ്യാറില്ല, അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പലപ്പോഴും പൊളിറ്റിക്കൽ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും ജെന്യൂനിറ്റി ഉണ്ടാവാറില്ല. കാരണം ഈ പൊളിറ്റിക്കലി കുക്ഡപ്പ് ചെയ്യുന്ന ആരോപണങ്ങൾ ഒരു പരിധി വരെ മാത്രമേ നമുക്ക് അതിനകത്ത് ജെന്യൂനിറ്റി കൽപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വളരെ ശക്തമായിട്ട് ഇന്നത്തെ തെളിവുകൾ വെച്ചിട്ട് മുന്നോട്ട് പറയുന്ന പല കാര്യങ്ങളും പിന്നീട് ആ തെളിവുകൾ തന്നെ കുക്ഡപ്പ് ആണെന്ന് പറയുന്ന സാഹചര്യം പിന്നീട് രൂപപ്പെടും. അതാണ് പൊളിറ്റിക്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു വിഷയം എടുത്ത് ചെയ്യാത്തതാണ്. പക്ഷേ അതിനിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് മെയിനായിട്ട് ഞാൻ ആ ടോപ്പിക്ക് ടച്ച് ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ ഇപ്പം നിലവിൽ രാഹുൽ ഗാന്ധി കുറേ ഡോക്യുമെൻറ്റും കൊണ്ടുവന്നിട്ട്, അതേപോലെ വീഡിയോ പ്രസൻറ്റേഷനൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഇലക്ഷനിലുണ്ടായ തിരിമറിയെക്കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷൻ നടത്തുകയുണ്ടായി. അതിനെതിരെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നുണ്ട്. അതെല്ലാം ശരിയാണ്. അതായത് ഇൻസൈറ്റ്സ് മലയാളത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ അഥവാ വോട്ട് തിരിമറി നടന്നിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ആ വോട്ട് തിരിമറിയിൽ ബെനിഫിറ്റ് ആയ ആൾക്കാർ അതിൻ്റെ ഉത്തരവാദികളാണ്. അത് ഭരണത്തിലായാലും ശരി, പ്രതിപക്ഷമായാലും ശരി തന്നെ, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. നിലപാട് വളരെ വ്യക്തമാണ്. അതിനുള്ള നിയമ നടപടികൾ നേരിടേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള വിഷയമാണ്. അതിൽ യാതൊരു മാറ്റമില്ല. ഞാൻ ഒരിക്കലും അമേരിക്കയിൽ പോയി കാല് പിടിച്ചിട്ട് ഈ വോട്ട് തിരിമറിയിലൂടെ ഒരു സർക്കാർ ഇങ്ങനെ കസാരയിലിരിക്കുന്നെങ്കിൽ അവരൊരിക്കലും ആ വോട്ട് തിരിമറിയോടുകൂടി അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി ആ വോട്ട് തിരിമറി നിലനിർത്തിക്കൊണ്ട് ഭരണത്തിൽ തുടരാൻ പാടില്ല. അതെൻ്റെ നിലപാടാണ്. ഞാൻ ഒരിക്കലും ഓടിപ്പോയി അമേരിക്കയുടെ കാല് പിടിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് ഈ വോട്ട് തിരിമറി എന്ന് പറഞ്ഞ ഈ ഒരു വിഷയത്തെ മുക്കി എന്നിട്ട് ഭരണം തുടരാം എന്ന് പറയുന്ന ആൾ ഞാനല്ല. വ്യക്തമല്ലേ? പിന്നെ ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും വക്താവുമല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും മെമ്പറും അല്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, എന്ത് സംഭവിച്ചാലും അമേരിക്ക തൊലച്ച് കളയും എന്നാണ് പറയുന്നത്. ഇന്ത്യയെ തൊലച്ച് കളയും, പല രാജ്യങ്ങളെയും അവർ തൊലച്ച് കളഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, അതിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ഫൈൻ ടച്ച് ഇഷ്യൂ ആണ്. അത് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില മൈന്യൂട്ടായിട്ടുള്ള ചില ബാക്കപ്പ് വർക്കുകൾ എവിടെയൊക്കെ നടക്കുന്നു, എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പോയി പഠിക്കണം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ രാവിലെ ക്യാമറയും തുറന്നു വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയാണ് ഇതിൻ്റെ പുറകിലെന്ന് ഒരാളെ ക്ലെയിം ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് സെമറ്റിക് റിലിജൻസിൻ്റെ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം ഉണ്ടാവും. അങ്ങനെ എല്ലാത്തിനും ഉത്തരം ഒരു സംഗതിയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എല്ലാത്തിനും ഒരു ഉത്തരം ഉണ്ട് എങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവിൽ ഇത് നിങ്ങൾ മതപരമായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഞാൻ പൊതുവിൽ പറയുന്നതാണ്. മനസ്സിലായി? ഇത് പ്രത്യേകിച്ച് സെമറ്റിക് റിലിജൻ എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾക്ക് ആർക്കും പൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല.
നമ്മൾ യാഥാർത്ഥ്യത്തിൽ പ്രാക്ടിക്കലായിട്ട് ജീവിക്കുകയാണ്. ഈ മതം എന്ന് പറയുന്നത് സ്ക്രിപ്ചറുകൾക്ക് അപ്പുറത്ത് സെമറ്റിക് റിലിജിയൻ ആണെങ്കിൽ ഒരു പേഴ്സണൽ കണക്ഷനാണ്. അത് വ്യക്തിപരമായി ഓരോ വ്യക്തിയും ഓൾമേറ്റി ഗോഡ് എന്നുള്ളൊരു അവരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഓൾമേറ്റിയുടെ അടുത്ത് അവരവരുടെ കാര്യങ്ങളൊക്കെ വളരെ കോൺഫിഡൻഷ്യലി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ആ രീതിയിൽ അവർക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു കോൺഫിഡൻസ് അതൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ആത്മീയതയിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണ്. പലപ്പോഴും ആത്മീയതയും, അതായത് ഒരു വ്യക്തിയുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആത്മീയ ജീവിതവും സ്ക്രിപ്ചറും നോക്കിക്കഴിഞ്ഞാൽ രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനകത്ത് ഒരു ഇക്വാലിറ്റി കണ്ടെത്താൻ കഴിയില്ല. പലപ്പോഴും മനുഷ്യർക്ക് ഈ സ്ക്രിപ്ചറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് വിശ്വാസികളായിട്ടുള്ള ഓരോരുത്തരും സ്വയം വിലയിരുത്തിയാൽ മതി. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിലേക്ക് ഞാൻ പോകുന്നില്ല. അതിലുപരിയായിട്ട് ഞാനിപ്പം ടോട്ടലി ഇങ്ങോട്ട് വരുന്നത്, അതായത് ഈ ഒരു വോട്ട് തിരിമറി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ 2000 രൂപയ്ക്ക് വോട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒരു കുപ്പി ക്വാർട്ടറിന് വോട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട്, പൊറോട്ടയ്ക്കും ബീഫ് കറിക്കും വരെ വോട്ട് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനെല്ലാം ഫാക്ട് എന്താണ്? വിദ്യാഭ്യാസം. ഇലക്ഷൻ എന്താണെന്നും ജനാധിപത്യം എന്താണെന്നും ഡെമോക്രസി എന്താണെന്നും ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരും ചില സമയങ്ങളിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ പണം എന്നുള്ളത് ഒരു നീഡാണ്. ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് വോട്ടുകൾ ഇന്ത്യക്കുള്ളിൽ വിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ 2000 രൂപയ്ക്ക് വോട്ട് വിൽക്കുന്നുണ്ട് പല ലീഡിംഗ് പാർട്ടികൾ. ഇന്ന് ഓപ്പോസിറ്റ് പാർട്ടിയിൽ ഈ INDA എന്ന് പറഞ്ഞ ആ ഒരു മുന്നണിയിൽ ചേർന്ന് നിൽക്കുന്ന പല പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള നേതാക്കളും ഇതുപോലത്തെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ ഇതിനൊരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. തമിഴ്നാട്ടിൽ എങ്ങനെയാണ് വോട്ടിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപയ്ക്ക് വോട്ട് വിൽക്കും, ഉറപ്പാണ്. നിങ്ങൾ തമിഴ്നാട്ടിൽ പല വില്ലേജുകളിലും പോയിട്ട് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ BJPക്കും ഈ രീതിയിലുള്ള സ്വാധീനങ്ങളുണ്ട്, ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള കോൺട്രാഡിക്ഷൻ വർഷങ്ങളായിട്ടുള്ളതാണ്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള കോൺട്രാഡിക്ഷൻ. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൂത്ത് തലത്തിലാണ് ഈ ഒരു സംഗതി നടക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഒരു ബൂത്തിൽ കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജന്റ് ഉണ്ടാവും, അതേപോലെ BJPയുടെ ബൂത്ത് ഏജന്റ് ഉണ്ടാവും, സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണെങ്കിൽ അവരുടെ സൈഡിൽ നിന്നും ബൂത്ത് ഏജന്റുകളൊക്കെ ഉണ്ടാവും. ഈ ഏജന്റുകളുടെ കയ്യിലെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക, ആ ലിസ്റ്റ് അവരുടെ കൈവശം ഉണ്ടാവും. ഈ ഒരു വിഷയം പൊങ്ങി വന്നു കഴിഞ്ഞാൽ, അതായത് രാഹുൽ ഗാന്ധി പറയുന്ന ഈ ഒരു അലിഗേഷൻ പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് ഇലക്ഷൻ കമ്മീഷൻ വരെ മാത്രമേ പോവുള്ളൂ. അതിലുപരി അങ്ങ് അറ്റത്ത് പോവില്ല. ഗവൺമെന്റിനെ ഇത് ബാധിക്കില്ല. കാരണം ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആ ഒരു ടൈമിലുള്ള ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇലക്ഷൻ കമ്മീഷൻ വരെ പോകും, അതിന് മുകളിൽ പോകില്ല. ഇനിയിപ്പോൾ അതിന് മുകളിൽ പോയാലും കോടതിയിൽ പോയിട്ട് ഈ കേസും കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് കഴിഞ്ഞാലും ഇത് ഇലക്ഷൻ കമ്മീഷൻ വരെ ഇത് എത്തുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഒരു പ്രതിച്ഛായ, അതായത് ഇങ്ങനെ ഒരു ഫേക്ക് നറേറ്റീവിൽ ഇങ്ങനെ കുറച്ച് കള്ള വോട്ടുകൾ മേടിച്ചിട്ടാണ് ഇങ്ങനെ ഗവൺമെന്റ് സ്ഥാപിതമായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ വരുത്തി തീർക്കാം. അതിലുപരിയായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു അലിഗേഷനിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇന്ത്യയിൽ പല മാധ്യമങ്ങളും പല രീതിയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു അറിവ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും പല പൊളിറ്റിക്കൽ പാർട്ടീസും അവരുമായിട്ട് ബന്ധപ്പെട്ട ചാനലുകളെ പരിപോഷിപ്പിച്ച് ഈ വിഷയത്തിനെ എടുത്ത് ഏറെ ചെയ്യും. പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ യൂറോപ്പ് ഇലക്ഷനിൽ ഭയങ്കര മിടുക്കരാണോ? അവരെല്ലാം ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്ത് നടത്തുന്ന ആൾക്കാരാണോ? അവിടെ എത്ര പാർട്ടികളുണ്ട്, എങ്ങനെയൊക്കെ വോട്ട് മറിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇനി അമേരിക്കയിൽ 2 പാർട്ടികളേ ഉള്ളൂ. കാരണം അവർക്ക് മൾട്ടിപ്പിൾ പാർട്ടി ഇല്ല. അതിന് വേറൊരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യക്കുള്ളിൽ പല പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇന്ത്യക്കുള്ളിൽ നല്ല രീതിയിൽ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് 15 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങി നിങ്ങൾക്ക് നടത്താം. നിങ്ങളൊരു വലിയ കുടുംബമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവാം. അതാണ് ഇന്ത്യയിലെ അവസ്ഥ. ഇന്ത്യയിലെ CIA പരാജയമാണ്. അതും കൂടി നിങ്ങൾ ആലോചിച്ച് വെച്ചോണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഈ രീതിയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടി സംഘടനകൾ, കാരണം ഇന്ത്യക്കുള്ളിൽ ഇപ്പോൾ 2 പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയെ പോലെ CIAക്ക് വളരെ ശക്തമായിട്ട് ഇന്ത്യക്കുള്ളിൽ ഇടപെടാൻ കഴിയും. പക്ഷേ ഇന്ത്യക്കുള്ളിൽ പല പൊളിറ്റിക്കൽ പാർട്ടീസാണ്. ഇന്ത്യക്കുള്ളിൽ CIAക്ക് അത്ര എളുപ്പത്തിൽ ഒരു കലാപന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റില്ല. ഇത് പലതവണ അമേരിക്ക പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. ഇന്ത്യക്കുള്ളിലെ CIAയുടെ നയം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പൊളിറ്റിക്കൽ റൈവലറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കുന്നുവെങ്കിൽ അമേരിക്കയ്ക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന CIA ഉൾപ്പെടെയുള്ള അമേരിക്കയ്ക്ക് ഇതിനെ പിന്താങ്ങി അതിനെ അവർ ഫോക്കസ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അതിന് ഇച്ചിരി വെള്ളവും വളമൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ പരിപോഷിച്ച് വളർത്തിയും കൊണ്ടുവരും. ആ വിഷയത്തിനെ അങ്ങ് പെരുപ്പിച്ച് കൊണ്ടുവരും. അല്ല, ബേസിക് റൂട്ടിൽ അമേരിക്കയ്ക്ക് ഇന്ത്യക്കുള്ളിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാദ്യം മനസ്സിലാക്കിക്കോണം. ഇനി അമേരിക്ക വലിയ സംഭവമാണ്, അമേരിക്കയുടെ കാല് പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാരെ കൊണ്ട് സാധിക്കില്ല. ഇന്ത്യ അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് പോലും അറിയാണ്ട് നേരം വെളുത്തോടനെ സ്ക്രീൻ തുറന്നു വെച്ച് അങ്ങ് ആൾക്കാരെ പറ്റിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും. നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ. ഞാൻ ആരുടെയും പേര് പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. വ്യക്തിഗതം ഞാൻ നടത്താറില്ല, അതുകൊണ്ടാണ്.
അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. ഇന്ത്യ തീർച്ചയായിട്ടും നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അതാദ്യം മനസ്സിലാക്കണം. ഇന്ത്യ 2 വഴിയിലൂടെയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ട്രംപുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള നെഗോസിയേഷൻ ഇപ്പോൾ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് മുമ്പ് തന്നെ ഇന്ത്യ എല്ലാ കാലത്തും നെഗോസിയേഷൻ ചെയ്യുന്നതിന് വലിയ തുക മുടക്കിക്കൊണ്ട് വലിയ ചെലവ് നേരിട്ടുകൊണ്ടാണ് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു രാജ്യമാണ്, വലിയ GDP ആണ്. അവരുടെ അടുത്ത് പോയിട്ട് ഇന്ത്യൻ GDP യെ കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അമേരിക്ക വലിയ GDP ആണ്, അമേരിക്ക അന്നോട്ടേ വലിയ GDP തന്നെയാണ്, ആരും ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഇന്ത്യ 2 വിഷയങ്ങൾ, ഇപ്പോൾ ഇന്ത്യ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് ബാക്കി പൂർത്തിയാക്കാം. അമേരിക്കയിൽ US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട്. ഇത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഇവരാണ് കാലങ്ങളായിട്ട് നമുക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ അടുത്ത് പല കാര്യങ്ങളും, ഇപ്പോൾ CIA ശരി തന്നെ, പെൻറ്റഗണിലായാലും ശരി തന്നെ, മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായിക്കോട്ടെ, അതേപോലെ തന്നെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബൈലേറ്ററൽ എഗ്രിമെന്റ്, ട്രേഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ്, ട്രഷറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം നമുക്ക് വേണ്ടി ഇടപെടുന്നത് ഈ US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറമാണ്. ഇതാണ് ഇന്ത്യയുടെ ഡയസ്പൊറയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഇന്ത്യൻ ഗവൺമെന്റിന്റെ പങ്കാളിത്തമുള്ള ഒരു ഫോറം. ഈ ഫോറമാണ് നമ്മൾ അമേരിക്കയിൽ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് പല വിഷയങ്ങൾക്കും. പല ഗവൺമെന്റ് തലത്തിലുള്ള നടപടികളും നമുക്ക് ഇന്ത്യക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോറമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ടീവായിട്ട് മുന്നോട്ട് വരുന്നത്. കാരണം എന്താണ്? ആ ഫോറം ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, NGO പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷേ ഇതെല്ലാം തന്നെ വലിയ വലിയ ബിസിനസ് CEO-മാർ, ഡയറക്ടേഴ്സ്, ബിസിനസ് ആന്ത്രപ്രണേഴ്സ്, ഇവരെല്ലാം തന്നെയാണ് ഇതിനകത്ത് മെമ്പേഴ്സായിട്ടും ഇതിൻ്റെ ഫൗണ്ടേഴ്സായിട്ടും ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ടൊക്കെ ഉള്ളത്. ഇതിനകത്ത് 1-2 പേരുടെ പേര് വേണമെങ്കിൽ ഞാൻ എടുത്ത് പറയാം. നിങ്ങൾക്ക് തന്നെ ഞാൻ കാണിക്കുന്ന ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനകത്ത് മിക്കവാറും അമേരിക്കയിലുള്ള എക്സ് പൊളിറ്റീഷ്യൻസ്, അതായത് ഗവൺമെന്റിൽ പല ഉന്നത പൊസിഷൻസിലും ഇരുന്ന ആൾക്കാരാണ്, റിട്ടയർമെന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറത്തിൽ ഒരുപാട് പേര് ഇതിനകത്ത് മെമ്പറാണ്. ഇതെല്ലാം തന്നെ വളരെ സുപ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇതിന്റെ ബ്രാഞ്ച് ഇന്ത്യയിൽ ഡൽഹിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഡൽഹിയും, അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഡീപ് സ്റ്റേറ്റ്, അമേരിക്കയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്ത്യയിലുള്ള ഡീപ് സ്റ്റേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഡൽഹിയിലും ഇതിന്റെ ഓഫീസുണ്ട്. ഇന്ത്യയിലുള്ള സുപ്രധാനപ്പെട്ട CEO-മാർ, അമേരിക്കയുമായിട്ട് ബിസിനസ് ഉള്ള പലരും ഇതിൽ മെമ്പറാണ്. ഫോർ എക്സാമ്പിൾ, മഹീന്ദ്രയുടെ ആനന്ദ് മഹീന്ദ്ര ഇതിലെ ഒരു മെമ്പറാണ്. ഇതിനകത്ത് ഞാൻ 2-3 പേരുടെ പേരും വിവരങ്ങളും ഞാൻ കാണിക്കാം. അലക്സ് റോജർ, പ്രസിഡന്റ്, ക്വാൽകം ടെക്നോളജി. അമർജ്യോതി ബറുവ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് ബോർഡ് മഹീന്ദ്ര ഗ്രൂപ്പിലെ ആളാണ് അമർജ്യോതി ബറുവ എന്ന് പറയുന്നത്. അതുപോലെ അംബാസിഡർ ടിം റോമർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് സ്ട്രാറ്റജിക് കൗൺസിലർ, APCO. അരവിന്ദ് കൃഷ്ണ, ചെയർമാൻ ആൻഡ് CEO, IBM. ബിപുൽ സിൻഹ, ഫൗണ്ടർ ആൻഡ് CEO, റൂബ്രിക്. ക്രിസ്റ്റഫർ കലിയോ, പ്രസിഡന്റ് ആൻഡ് ഗ്ലോബൽ CEO, റൈഥിയോൺ ടെക്നോളജീസ്. ദേവ് വെസ്റ്റ്, പ്രസിഡന്റ്, ഏഷ്യ പസഫിക്, ജപ്പാൻ ആൻഡ് ഗ്രേറ്റർ ചൈന, സിസ്കോയുടെ. ജെയിംസ് ഉംപ്ലെബി, എക്സിക്യൂട്ടീവ് ചെയർമാൻ ഓഫ് ദ ബോർഡ്, കാറ്റർപില്ലർ ഇങ്ക്, അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല, അത്രമാത്രം ആൾക്കാർ, ഇൻഫ്ലുവൻസേഴ്സ് ഇതിനകത്തുണ്ട്. ഈ സംഘടനയിലുള്ള നിർണായകമായിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ഇന്ത്യ ഇൻഡയറക്റ്റ് നെഗോസിയേഷൻസ് ഒക്കെ നടത്തുന്നത്. ഇപ്പോഴും നടത്തുന്നുണ്ട് കേട്ടോ. ഈ സംഘടനയ്ക്ക് ഇന്ത്യ $1.8 മില്യൺ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ 1.8 മില്യൺ, $18 ലക്ഷം നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ മെയ് മാസം വരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഡയറക്റ്റായിട്ട് ഇന്ത്യയിൽ നിന്നൊരു ടീം പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് പുറമെയാണ് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള എഫേർട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് വിവരങ്ങൾ വേണമെങ്കിൽ ഞാൻ ഇനിയും തരാം. ഇനിയൊരു സംഘടനയുണ്ട്. ഇന്ത്യ ഒരു വഴിയിൽ കൂടെ മാത്രമല്ല ശ്രമിക്കുന്നത്. ഇത് ഒരു ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇന്ത്യൻ ആൾക്കാരും കൂടി ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ പേര് വരുന്നുണ്ട്, മുകേഷ് ആഗിയാണ് ഇപ്പോഴത്തെ CEO ഏതിൻ്റെ, ഈ US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറത്തിൻ്റെ CEO. ഈ മുകേഷ് ആഗി വളരെ എഫക്റ്റീവായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ പഴയ രീതിയിൽ US-ന്റെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു നെഗോസിയേഷന് തയ്യാറാവാത്ത അവസ്ഥയാണ് എന്നാണ് മുകേഷ് ആഗി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും അവർ തുടർച്ചയായിട്ട് ട്രംപുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഡോർ ഓപ്പൺ ആകണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ അമേരിക്കയുടെ മേളിൽ ശക്തമായ രീതിയിലുള്ള പ്രഷർ. അത് പലരും പറയുന്നത് ചൈനയുടെ ട്രേഡ് അമേരിക്കയ്ക്ക് വേണം. ചൈനയുടെ ട്രേഡ് അമേരിക്കയ്ക്ക് വേണം, മെക്സിക്കോയുടെ ട്രേഡ് അമേരിക്കയ്ക്ക് വേണം, കാനഡയുടെ ട്രേഡ് അമേരിക്കയ്ക്ക് വേണം, പക്ഷേ ഇന്ത്യയുടെ ട്രേഡ് അമേരിക്കയ്ക്ക് വേണ്ട, ഇങ്ങനെയും പറയുന്നുണ്ട്. ആ നിലപാട് എനിക്കില്ല. ഇന്ത്യയുടെ മാർക്കറ്റ് അമേരിക്കയ്ക്ക് വേണം.
അമേരിക്കയുടെ ഗോതമ്പും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സോയാബീനും കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കുള്ളിൽ അവർക്ക് വിറ്റഴിക്കണം. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുക്കണം. ഈ ലോകത്ത് ബയ്യറെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വലിയൊരു ബയ്യറായിട്ട് മാറണം. അവരുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ സുലഭമായിട്ട് എവിടെയും അവൈലബിൾ ആക്കണം. അതാണ് അമേരിക്കയ്ക്ക് വേണ്ടത്. അല്ലാതെ എന്ത് വേണം വേണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കൂടെ പറഞ്ഞുകൊണ്ടല്ല അമേരിക്ക തീരുമാനിക്കുന്നത്. ഇന്ത്യയെ അങ്ങനെ വേണ്ടാത്ത ഒരു രാജ്യമായിട്ടാണ് അമേരിക്ക കരുതി വെച്ചിരിക്കുന്നത് എന്ന് ചില ഇന്ത്യക്കാർ വിചാരിക്കുന്നെങ്കിൽ അവർക്ക് എന്തോ ചില സോഫ്റ്റ്വെയർ തകരാറുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു രാജ്യവും ഒരു രാജ്യത്തിനെയും വേണ്ടാന്ന് വെക്കത്തില്ല. ഇന്ത്യക്ക് ഇപ്പം ഇന്ത്യയുടെ ചുറ്റുപാടും കിടക്കുന്ന രാജ്യങ്ങൾ എല്ലാം ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. ഇന്ത്യ എപ്പോഴെങ്കിലും അവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? വേണ്ട എന്ന് പറയുന്നതല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എന്ന് പറയുന്നത്. അതിന് ജിയോ പൊളിറ്റിക്കലിൽ കുറച്ച് ഐഡിയ വേണം. അല്ലാതെ ഒറ്റ വരിയിൽ എല്ലാം CIA സീക്രട്ട് ഇൻ്റലിജൻറ്റ് അവരുടെ പരിപാടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അത് എല്ലാത്തിനും ഉത്തരം എനിക്കറിയാം കഴിഞ്ഞു. പിന്നെ അവിടെ ചോദ്യത്തിന് യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ്. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, എല്ലാം ഇൻ്റലിജൻസിൻ്റെ വർക്കുകളാണ്, ഇതെല്ലാം CIA ഇടപെടലുകളാണ്, അവർ തുലച്ചു കളയും. എന്ത് തെളിവാണ്? എന്തെങ്കിലും തെളിവുണ്ടോ CIA ഇടപെടലുണ്ട് എന്നുള്ളതിന്? ഏറ്റവും വലിയ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള മൊസാദ് വരെ അവർക്കൊരു പേജ് ഉണ്ട്. അവർ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് ധരിപ്പിക്കുന്നുണ്ട്. പണ്ടത്തെ പഴയ ഓപ്പറേഷൻസ് വരെ അവർ വളരെ കൃത്യമായിട്ട് എടുത്ത് റെക്കോർഡിങ്ങിൽ എടുത്ത് ആർക്കൈവ്സിൽ പുറത്തു വിടാറുണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട്. കാരണം അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം അവർ ആ വിഷയങ്ങളൊക്കെ പുറത്ത് ലീക്ക് ചെയ്യാറുണ്ട്. CIA എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം രാഹുൽ ഗാന്ധി വെക്കുന്ന അലിഗേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒരു വേർഡെങ്കിലും എവിടെയെങ്കിലും പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട അലിഗേഷൻ ഉന്നയിക്കുന്ന ആൾക്കാരെ അതൊന്ന് പുറത്തെടുത്ത് വിടണം. ഈ US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറം ആ NGOയുടെ വർക്ക് എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ വേറൊരു സംഘടനയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വേറൊരു സംഘടന BGR ഗ്രൂപ്പ് എന്നാണ് കേട്ടോ. BGR ഗ്രൂപ്പ്, അതിൻ്റെയൊക്കെ ഫുട്ടേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. BGR ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിന് നമ്മൾ കൊടുത്ത പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ $3 ലക്ഷം നമ്മൾ ഇതുവരെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് ഈ സംഘടനയ്ക്ക്. ഇതിലും നിർണായകമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഈ ഒരു US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറത്തിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് കുറച്ചുകൂടെ അമേരിക്കൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാർ മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് ഈ BGR ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരുടെ പേജ് തന്നെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ഇതേപോലത്തെ വിഷയങ്ങളൊക്കെ റിസോൾവ് ചെയ്യുന്ന ആൾക്കാരാണ്. പല ബൈലേറ്ററൽ മീറ്റിംഗ്സ്, ഇതേപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന, ഡിസ്കസ് ചെയ്യുന്ന, റിസോൾവ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. അവരെയും നമ്മൾ ഈ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് നെഗോഷിയേഷന് വേണ്ടിയിട്ടുള്ള ഇന്ത്യ US ട്രേഡ് ഇഷ്യൂ അത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കമ്പനിയും കൂടി. അല്ലാതെ ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ തിരിച്ചറിയാനുള്ള ബോധമില്ലാണ്ട് വെറുതെ വന്നിരുന്നിട്ട് നമ്മൾ അമേരിക്കയുടെ കാല് പിടിക്കണം. അമേരിക്കയുടെ കാല് പിടിക്കണം എന്താണ്? അമേരിക്കയുടെ ട്രംപിനെ കൊണ്ട് നിർത്തി വെച്ചിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു 15 പേര് പോയിട്ട് അയാളുടെ കാല് പിടിക്കണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉക്രൈനിലെ സെലൻസ്കി പോയി കാല് പിടിക്കണം. ഉക്രൈനിലെ സെലൻസ്കി ആണോ ഇന്ത്യ? ഉക്രൈനാണോ ഇന്ത്യ? ഉക്രൈനിലെ സെലൻസ്കി കാല് പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പം എന്താണ് സംഭവം? ആ രീതിയിൽ ഉക്രൈനിലെ സെലൻസ്കി കാല് പിടിച്ചെങ്കിൽ ഇപ്പം വീണ്ടും ട്രംപ് റഷ്യയുമായിട്ട് ചേർന്ന് പോകുമോ? അപ്പോൾ ഇതിലൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം അതുകൊണ്ട് വേഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുക, ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുക. ഈ രീതിയിലൊന്നും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോടാണ്. നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഫാക്ട് ഉണ്ടോ എന്നുള്ളത് ഒന്ന് വിലയിരുത്തി നോക്കുക, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതാണ് പറയാനുള്ളത്. ഈ BGR ഗ്രൂപ്പിൻ്റെ അവരുടെ ഇൻട്രൊഡക്ഷൻ ഞാനൊന്ന് വായിക്കാം. ജസ്റ്റ് ഒരു 3 ലൈനാണ്, അത് നിങ്ങളൊന്ന് കേട്ടോളൂ. വെദർ യു ആർ എ USA ബേസ്ഡ് ഓർ ഇന്റർനാഷണൽ ക്ലയൻറ്റ്, നിങ്ങൾ US-ലായിക്കോട്ടെ അഥവാ നിങ്ങൾ ഇന്റർനാഷണൽ ഓവർസീസ് ക്ലയൻറ്റ് ആയിക്കോട്ടെ, യു ഡീൽ ഓൺ ഇന്റലിജൻസ് ടു നോ ഹൗ ദ പോളിസി ലാൻഡ്സ്കേപ്പ് ഇൻ വാഷിംഗ്ടൺ DC ആൻഡ് ദ സ്റ്റേറ്റ്സ് ഇമ്പാക്ട് യു. എങ്ങനെയാണ് വാഷിംഗ്ടൺ DCയിലുള്ള പോളിസികൾ നിങ്ങളെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമായിട്ടാണ് ആ ഒരു സെന്റൻസ് വന്നിരിക്കുന്നത്. നോ ഫേം ബെറ്റർ അണ്ടർസ്റ്റാൻഡ്സ് ദ ആർക്കിടെക്ചർ ഓഫ് വാഷിംഗ്ടൺ ആൻഡ് സ്റ്റേറ്റ് ക്യാപിറ്റൽസ് ദൻ BGR. ഞങ്ങളെക്കാളും BGR എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാളും ബെറ്റർ ആയിട്ട് വാഷിംഗ്ടൺ DCയെ മനസ്സിലാക്കി തരാൻ വേറെ ആൾക്കാർ നിങ്ങൾക്കില്ല, വേറെ ഓപ്ഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വി ഗിവ് യു ദ ഹാർഡ് ഡേറ്റ, ഞങ്ങൾ അതിൻ്റെ ആഴത്തിലുള്ള ഡേറ്റ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇൻസൈറ്റ് ആൻഡ് കണക്ഷൻസ് യു നീഡ് ടു മീറ്റ് യുവർ ഗോൾസ്, അതായത് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള രീതിയിലുള്ള ഡേറ്റ ഞങ്ങൾ തരും എന്നാണ് അവർ ഫ്രണ്ട് ലൈനിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ കമ്പനിക്കാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ ഡയസ്പൊറയെ കൊണ്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അമേരിക്കൻ വിങ്ങിലേക്ക് തന്നെയാണ് നമ്മളുടെ ഇൻഫ്ലുവൻസ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ തുറന്നു പറയാനുള്ള കാരണം പറഞ്ഞുകൊണ്ടല്ല, പല വിഷയങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പക്ഷെ നമ്മൾ ചില വിഷയങ്ങൾ നമ്മൾ പറയത്തില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഇന്ത്യയുമായിട്ട് ഇപ്പം US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറത്തിന് എന്താണ് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ നിയമിക്കുന്ന ഫോറിൻ അംബാസിഡേഴ്സ് അഥവാ
അഥവാ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പോലത്തെ ആ ഒരു ഡെസിഗ്നേറ്ററിയിൽപ്പെട്ട ആൾക്കാർ ബൈ ഡീഫോൾട്ട് ഈ US-India സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറത്തിൽ മെമ്പർ ആവും. അവർക്ക് ഡൊണേഷൻ ഒന്നും കൊടുക്കണ്ട, അവർ ബൈ ഡീഫോൾട്ട് അവർ മെമ്പറായിട്ട് ചേർക്കും. മനസ്സിലായി? ഇപ്പം ജയശങ്കർ ഇതിൽ മെമ്പറാണ്, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇപ്പോൾ ഇതിൽ മെമ്പറാണ് ഈ India-USA സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറത്തിൽ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ, അത് ഇന്ത്യക്കില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് ഈ രീതിയിൽ അമേരിക്കയെ പ്രശംസിച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുള്ള രീതിയിൽ വാർത്തകൾ അടിച്ചിറക്കുന്നത്. ഇന്ത്യക്കുള്ളിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ത്യക്കുള്ളിൽ ശക്തമായ നിയമ സംവിധാനങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇതൊരു മാസ് പോപ്പുലേഷനാണ്. പല രീതിയിലുള്ള വോട്ട് തിരിമറികളൊക്കെ ഇവിടെ നടക്കാറില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞാൽ എത്ര ബൂത്തുകളിൽ റീ ഇലക്ഷൻ നടക്കാറില്ലേ? അപ്പം അതുകൊണ്ട് ഇതൊന്നുമല്ല ഇന്ത്യയുടെ ഒരു കെട്ടുറപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനങ്ങളും ഇന്ത്യൻ ആർമിയുമാണ്. അതാണ് ഇന്ത്യയുടെ കെട്ടുറപ്പ്. 2 സെക്ടറുകളുണ്ട് ഇവിടെ. ആ 2 സെക്ടറുകളും വളരെ ശക്തമാണ്. ഇന്ത്യയുടെ ജനങ്ങൾ, ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ, ലോകത്ത് പല രീതിയിലുള്ള രാജ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ മിഡിൽ ഈസ്റ്റിൽ തന്നെ എത്രയോ രാജ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഇതിന് മുമ്പ് നടന്ന ഒരു അഴിമതി എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റ അഴിമതിയാണ്. ബീഹാറിലെ ലല്ലു പ്രസാദ് യാദവ്, നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. അതുപോലത്തെ ഒരു അഴിമതി മതി ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിൽ, ആ രാജ്യം തന്നെ പിന്നെ ഉണ്ടാവില്ല. 2G സ്പെക്ട്രം, ഞാനിപ്പം അഴിമതികളുടെ പേരൊന്നും ഞാൻ എണ്ണി പറയുന്നില്ല. ഇതേപോലത്തെ അഴിമതികളുടെ നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ എമൗണ്ടുകൾ, തുകകളുടെ ആ അക്കങ്ങളുണ്ടല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടാൽ തന്നെ പല രാജ്യങ്ങളുടെയും GDP പോലും ഇല്ല ആ എമൗണ്ട്. അത്ര ഭീമമായ തുകയ്ക്കുള്ള അഴിമതിയാണ് ഇന്ത്യക്കുള്ളിൽ പണ്ട് നടന്നിരുന്നത്. പിന്നെ ആൾക്കാർക്ക് മറവി കൂടുതലായതുകൊണ്ട് എപ്പോഴും മറക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പൊളിറ്റിക്കലി അങ്ങ് ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പൊളിറ്റിക്കലി ഒരു പാർട്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഇന്ത്യ തീർച്ചയായിട്ടും നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ മീഡിയേഷൻ എന്നാണ് വിളിക്കുന്നത്. അതിന് പകരം നമ്മൾ പോയി കാലിൽ വീഴുക എന്നുള്ളത് പരിപാടി ഇന്ത്യക്കില്ല. അങ്ങനെ കാലിൽ വീഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഇലക്ഷനിൽ തിരിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശക്തമായ തിരിച്ചടി അത് നടത്തിയ ആൾക്കാർ നേരിടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ പോയിട്ട് കാല് പിടിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഭരണം തുടരണം എന്ന് പറയുന്ന ഇരട്ടത്താപ്പുണ്ടല്ലോ, ആ രീതിയിലാണ് ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: BJP പാർട്ടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ പോയി ട്രംപിന്റെ കാല് പിടിച്ച് റെഡിയാക്കി കാര്യങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുവരിക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് നിങ്ങൾ വോട്ട് തിരിമറി നടത്തി എന്തെങ്കിലുമൊക്കെ ചെയ്താലും വേണ്ടില്ല, നിങ്ങൾ ഭരണത്തിലിരുന്നാൽ മതി എന്നാണ് പറഞ്ഞു വെക്കുന്നത് ആ വീഡിയോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ പൊസിഷനിൽ ആര് വന്നാലും അത് ഇന്ത്യ ഒട്ടാകെയുള്ള ജനങ്ങളുടെ പ്രതിനിധിയാണ്. അങ്ങനെ കാണാൻ കഴിയൂ. ഇന്ത്യയിൽ ഒരു സംവിധാനമുണ്ട്, 5 വർഷമാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഇലക്ഷൻ നടക്കും. ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ വരും, അത്രയേ ഉള്ളൂ. രാഹുൽ ഗാന്ധി കയ്യിൽ വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ് ഡീറ്റെയിൽ ആയിട്ട് ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അല്ലാതെ ഒരു സൈഡിൽ നിന്ന് മാത്രം ഇങ്ങനെ ഞാൻ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞങ്ങളാണ് അന്വേഷിച്ചത്, ആ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതിനൊരു കോമൺ ബോഡി, ഇതിനൊരു ജുഡീഷ്യറി ഏർപ്പാടാക്കിയിട്ട് ഇതിനെ വേറൊരു തേർഡ് പാർട്ടി ടീം അന്വേഷിക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ വോട്ട് തിരിമറി എന്നുള്ളത് പല രീതിയിലും നമുക്ക് കുക്ക്ഡ് അപ്പ് സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട്, കാരണം ഇത് ബൂത്ത് ഏജന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഇതിനകത്ത് എവിടെയൊക്കെ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് വലിയ സംഗതി തന്നെയാണ്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ബൂത്ത് തലത്തിൽ അന്വേഷണം നടത്തി ഇതിനെ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു അലിഗേഷൻ എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളത്. ഇത് വീണ്ടും ഒരു മാലപ്പടക്കം പോലെ ഇത് പൊട്ടി താഴെ വീഴാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഇത് എത്ര പൊളിറ്റിക്കൽ പാർട്ടീസ് വന്നാലും ഇവർക്ക് വേണമെങ്കിൽ പാർലമെന്റിലേക്ക് പോയിട്ട് ഇതിനെ എതിർത്ത് സംസാരിക്കാം, ലൗഡാവാം, സൗണ്ട് ഉണ്ടാക്കാം, ബഹളങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അതിലുപരിയായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ കേസ് കൊടുത്താൽ തന്നെ ഇത് കോടതിയിൽ വരെ പോകും, അവിടെ ഇലക്ഷൻ കമ്മീഷൻ വന്ന് നിൽക്കും, അത്രയേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷന് ഉപരിയായിട്ട് ഇലക്ഷൻ കമ്മീഷനെ കഴിഞ്ഞ് ഈ വിഷയം ടോപ്പിൽ ഇത് അതിൻ്റെ മുകളിൽ എത്തില്ല. അൺലെസ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ആരെങ്കിലൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം, അതെ എനിക്ക് ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിന് ഇന്ന നേതാവ് എന്നെ സ്വാധീനിച്ചിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും കൊടുക്കണം. ഇലക്ഷൻ കമ്മീഷനിൽ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്ന് ആരെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ മാത്രമേ ഇത് മുന്നോട്ട് നീങ്ങുള്ളൂ. അല്ലാത്ത പക്ഷത്തിൽ ഇതിന് ആയുസ് വളരെ കുറവാണ്. പിന്നെ അമേരിക്ക തുലച്ചുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യയെ അങ്ങനെ തുലയ്ക്കാൻ പറ്റില്ല. ഇത് വെറുതെ ഡയലോഗ് പറയുന്നതല്ല. ഇന്ത്യക്കുള്ളിൽ പൊളിറ്റിക്കലായിട്ടുള്ള റൈവൽറി ഇതിനു മുമ്പും പല രീതിയിലൊക്കെ വന്നു പോയിട്ടുണ്ട്. അതും അമേരിക്കയും തമ്മിൽ യാതൊരു ബന്ധമില്ല. തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ട് നമുക്ക് വിഷയങ്ങളുണ്ട്, അത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിൻ്റെ നെഗോസിയേഷൻ ചാനൽ ഇന്ത്യ ഓൾറെഡി തന്നെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളാണ് ഞാനിവിടെ ഫൂട്ടേജ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പൊളിറ്റിക്കൽ അല്ല, ഇന്റർനാഷണൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.